തരം തിരുവേദം മനസമോദവികാസം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. എബ്രായർ 13:17. ഒരു ഇടയന്റെ കഥ. സഭയുടെ ഇടയനായി സഭയിൽ ശുശ്രൂഷിച്ചു പോന്ന വ്യക്തി. അദ്ദേഹം കുടുംബമായി മറ്റൊരു സ്റ്റേറ്റിലേക്ക് യാത്ര പോയി. ചില ദിവസങ്ങളിലേക്ക് എന്ന് സഭയിലെ ചിലരോട് പറഞ്ഞിട്ടാണ് പോയത്. 2 വർഷത്തോളം ആയപ്പോൾ അദ്ദേഹം സഭയെ അറിയിച്ചു, ഞാനിനി മടങ്ങി വരുന്നില്ല, മൂപ്പൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. എത്ര നിസ്സാരമായിട്ടായിരുന്നു അദ്ദേഹം ഈ ശുശ്രൂഷയെ കണ്ടിരുന്നത്. ഇന്ത്യയിലിരുന്ന് വിദേശത്തെ സഭ സൂമിലൂടെ ഭരിക്കുന്ന ഇടയനെക്കുറിച്ച് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. അമേരിക്കയിൽ ജീവിച്ച് ഇന്ത്യയിലെ സഭകളെയും പാസ്റ്റർമാരെയും ഭരിക്കുന്ന പെന്തക്കോസ്ത് നേതാക്കളെക്കുറിച്ച് അറിയാം. അതിന്റെ വേറൊരു പതിപ്പാണ് ഈ ഇടയൻ. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി. ഉത്തരവാദിത്വ ബോധമില്ലാത്തവരാണ് മൂപ്പന്മാരെന്ന നിലയിൽ ശുശ്രൂഷ ചെയ്യുന്ന പലരും കണ്ടത്തിൽ പൂട്ടും കൂട്ടത്തിൽ പാട്ടും എന്നുപോലെയാണ് പലരുടെയും ഇടയ ശുശ്രൂഷ. ഒരു ഉത്തരവാദിത്വവുമില്ല. കർത്താവ് നിങ്ങളെ ഈ ശുശ്രൂഷയ്ക്ക് ആക്കിവെച്ചുവെന്ന് നിങ്ങൾക്ക് അറിവുണ്ടോ? യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നിന്റെ ആടുകളെ മേയ്ക്ക. യോഹന്നാൻ 21:17. മൂപ്പനായ പത്രോസ് മൂപ്പന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. 1 പത്രോസ് 5:3-4 വാക്യങ്ങൾ. ഇടയ ശുശ്രൂഷ വളരെ ഗൗരവമാർന്ന ഒന്നാണ്. ഇത് നിസ്സാരമായി കണ്ടുകൂടാ. മൂപ്പന്മാരാകുവാൻ മത്സരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് യാക്കോബ് പറയുന്നു, അധികം ശിക്ഷാവധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. യാക്കോബ് 3:1. സഭയിൽ ഉപദേശിക്കുന്നത് പ്രധാനമായും മൂപ്പന്മാരുടെ ശുശ്രൂഷയാണ്. പ്രസ്ബിറ്റേറിയൻ ചർച്ചുകളിൽ 2 തരം മൂപ്പന്മാരുണ്ട്. ഭരിക്കുന്ന മൂപ്പന്മാരും അഥവാ റൂളിംഗ് എൽഡേഴ്സ്, ഉപദേശിക്കുന്ന മൂപ്പന്മാരും അഡ്മിനിസ്ട്രിംഗ് എൽഡേഴ്സ്. ക്രൈസ്തവ സമൂഹം ഉപദേശിക്കുന്ന സമൂഹമാണെന്ന് ജോൺ കാൽവിൻ പറഞ്ഞിട്ടുണ്ട്. ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരാക്കുവാനാണ് കർത്താവ് പറഞ്ഞത്. മത്തായി 28:20. ജനത്തെ സഭയിലേക്ക് ആകർഷിക്കുവാൻ നിങ്ങൾക്ക് എന്തും ചെയ്യാം, എന്നാൽ ജനത്തെ സഭയോട് ബന്ധിപ്പിക്കുവാൻ പഠിപ്പിക്കുക. റോബർട്ട് ഫ്രീമാൻ. സഭയിൽ പ്രസംഗിക്കുവാനൊക്കെ ചില സഭകളിൽ തിക്കും തിരക്കുമാണ്. ഇത്തരം ബദ്ധപ്പാടും നിർബന്ധവുമുള്ളവർ യാക്കോബിന്റെ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. യാക്കോബ് 3:1. മൂപ്പന്മാരാകുവാനുള്ള മോഹമുള്ളവരെ കൊണ്ട് ചില സഭകൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. തിരുവെഴുത്ത് പറയുന്ന ഒരു യോഗ്യത പോലുമില്ലാത്തവരാണ് ഇവർ എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. അയോഗ്യമായി അപ്പവീഞ്ഞുകൾ എടുക്കുന്നവർ മാത്രമല്ല, അയോഗ്യമായി അധ്യക്ഷസ്ഥാനം കാംക്ഷിച്ച് കലഹമുണ്ടാക്കുന്നവരും ദൈവശിക്ഷ ക്ഷണിച്ചു വരുത്തുകയാണ്. ഒരു വിശ്വസ്തതയും ശുശ്രൂഷയിൽ പുലർത്താത്ത സുവിശേഷകരും മൂപ്പന്മാരും ശുശ്രൂഷകന്മാരും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. യാക്കോബ് പറയുന്ന ശിക്ഷാവധി പ്രതിഫല നഷ്ടത്തെക്കുറിച്ചാണ്. സകല വിശ്വാസികളും ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ നിൽക്കും. 1 കൊരിന്ത്യർ 3:11-15 വരെയുള്ള വാക്യങ്ങൾ. മൂപ്പന്മാരെന്ന് അവകാശപ്പെട്ടും ഭാവിച്ചും മുമ്പിൽ നിൽക്കുന്നവരും അന്ന് അവിടെ വെളിപ്പെടും. നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി വെളിപ്പെട്ടു വരും. അനേകരുടെ ശുശ്രൂഷ കല്ലും മരവും പുല്ലും ഒക്കെ ആയിരുന്നുവെന്ന് അന്ന് വ്യക്തമാകും. ഇന്ന് യാതൊരു ലജ്ജയും ഭയവുമില്ലാതെ വിരാജിക്കുന്ന അനേകർ അന്ന് ലജ്ജിതരാകും. ഓരോ വിശ്വാസിയുടെയും സുവിശേഷകന്റെയും മൂപ്പന്റെയും ശുശ്രൂഷകന്റെയും ഒക്കെ പ്രവൃത്തി ഇന്നവിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. 1 കൊരിന്ത്യർ 3:13. അനേകം മൂപ്പന്മാർ നല്ലവനും വിശ്വസ്തനും എന്ന പേരിന് അർഹരാകും. ലൂക്കോസ് 16:17. മൂപ്പൻ എന്ന വേലയെ ഒരു സ്ഥാനമായി മാത്രം കാണുന്നവരുണ്ട്. അവർക്ക് സ്ഥാനം വേണം, വേല വേണ്ട. ഒരുവൻ അധ്യക്ഷസ്ഥാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു. 1 തിമോഥെയോസ് 3:1. സ്ഥാനമോഹികളായവർക്ക് പ്രതിഫലം ഭൂമിയിൽ വെച്ച് തന്നെ ലഭിക്കും. മത്തായി 6:2-4 വരെയുള്ള വാക്യങ്ങൾ. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാണ്. 1 തിമോഥെയോസ് 5:18. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകിച്ച് വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. 1 തിമോഥെയോസ് 5:17. യഥാർത്ഥ വേലക്കാരന് ലഭിക്കുന്ന കൂലി അഥവാ വേജ് മാനവുമാണ് അഥവാ ഹോണർ. ഈ ബഹുമാനം മാത്രം ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. അവർ ഈ സ്ഥാനം മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അവർ വേല ചെയ്യാറില്ല, വേല ചെയ്യുവാൻ അറിയുകയുമില്ല. അത്തരമാകാത്ത വേലക്കാർക്ക് അഥവാ മൂപ്പന്മാർ അധികം ശിക്ഷാവധി വരും. ഇത് കണക്ക് ബോധിപ്പിക്കേണ്ട ശുശ്രൂഷയാണ്. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോഴാണ് അത് ലഭിക്കുക. 1 പത്രോസ് 5:4. എന്തിനൊക്കെ കണക്ക് ബോധിപ്പിക്കണം?
1. വചന ശുശ്രൂഷയിലെ അവിശ്വസ്തതയ്ക്ക് 2 തിമോഥെയോസ് 4:2-3 വാക്യങ്ങൾ, തീത്തോസ് 1:9. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക, പദ്യോപദേശത്താൽ പ്രബോധിപ്പിപ്പാനും വിരോധികൾക്ക് ബോധം വരുത്തുവാനും ശക്തനാകേണ്ടതിന് ആയിരിക്കണം. വളരെയധികം അധ്വാനഭാരമുള്ളതാണ് ഇടയന്റെ ജോലി. ആടുകളുടെ സംരക്ഷണവും പോഷണവും ഇടയന്റെ ഉത്തരവാദിത്തമാണ്. സങ്കീർത്തനം 23 ഇടയൻ എന്തെല്ലാമാണ് തന്റെ ആടുകൾക്കായി ചെയ്യുന്നത്? അവൻ എന്നെ നടത്തുന്നു, കിടത്തുന്നു, തണുപ്പിക്കുന്നു, എന്നോടുകൂടെ ഇരിക്കുന്നു, വിരുന്നൊരുക്കുന്നു, അഭിഷേകം ചെയ്യുന്നു. ദൈവവചനത്തിലൂടെയും ഈ അനുഭവങ്ങൾ ഒരു ദൈവപൈതലിന് ലഭ്യമാകുകയാണ് ഇടയൻ ചെയ്യുന്നത്. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകുന്നത് പ്രധാനമായും ദൈവവചനത്തിലൂടെയാണ്. 2 തിമോഥെയോസ് 3:16. മൂപ്പന്മാർ എന്ന് അറിയപ്പെടുന്ന അധികം പേരും ആടുകൾക്ക് പോഷണം നൽകുവാൻ തക്ക പ്രാപ്തരല്ലെന്നതാണ് സത്യം. അപ്പവീഞ്ഞുകൾക്കായി സ്തോത്രം ചെയ്യുക, കത്തുകൾ വായിക്കുക, ആശീർവാദം പറയുക, ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അധികം ഇടയന്മാരും എന്ന് പറഞ്ഞാൽ നെറ്റിചുളിക്കേണ്ട. ആടുകളെ പദ്യവചനത്താൽ പോഷിപ്പിക്കുന്ന ഇടയന്മാരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. ദൈവവചനത്തെ സ്നേഹിക്കുന്ന ചില സഹോദരന്മാരും സുവിശേഷകന്മാരുമൊക്കെ ആടുകളെ ഇവരുടെ സ്ഥാനത്ത് വചനത്താൽ പോഷിപ്പിക്കുന്നു. ദൈവവചനത്തിന്റെ കാവൽ ഭടന്മാരാകേണ്ട മൂപ്പന്മാർ ആ പേരിൽ സംതൃപ്തിപ്പെട്ട് കഴിയുന്നു. വചനം പഠിപ്പിക്കുവാൻ വളരെ പ്രാർത്ഥനയും സമർപ്പണവും അധ്വാനവും വേണം. ഇതിനുള്ള സന്നദ്ധതയും സമയവും ഇല്ലാത്തവർ അതുള്ളവർക്കായി ഒഴിവായിക്കൂടെ? എന്തിനു ശിക്ഷാവിധി ക്ഷണിച്ചു വരുത്തുന്നു? മൂപ്പന്മാരുടെ യോഗ്യതകൾ എനിക്കുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. 1 തിമോഥെയോസ് 3, തീത്തോസ് 1:5-9 വരെയുള്ള വാക്യങ്ങൾ. 2. ആടുകളെ സൂക്ഷിക്കാത്തതിന് യെഹെസ്കേൽ 34:2-8 വരെയുള്ള വാക്യങ്ങൾ. ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോസ്തലപ്രവൃത്തി 20:28. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം 1 പത്രോസ് 5:2. POCയിൽ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം എന്നാണ്. ഒന്നാമത് ആട്ടിൻകൂട്ടം ദൈവത്തിൻ്റെതാണ്. രണ്ടാമത് സൂക്ഷിക്കുവാൻ ഇടയന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആടുകളെ സൂക്ഷിക്കുവാൻ അറിയാത്ത ഇടയന്മാരെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവ് 56:11. പ്രവാചകൻ ഇസ്രായേൽ ഗൃഹത്തിന്റെ കാവൽക്കാരനാണ്. യെഹെസ്കേൽ 3:16. ഓരോ സ്ഥലസഭയുടെയും കാവൽക്കാരാണ് മൂപ്പന്മാരും സുവിശേഷകന്മാരും ശുശ്രൂഷകന്മാരും. ആടുകളുടെ ഉടമസ്ഥൻ നമ്മളല്ല. യജമാനൻ ഒരിക്കൽ കണക്കു ചോദിക്കും, ഓർമ്മ വേണം. ഇടയന്മാരോ സംഘാടകരോ? ആടുകളെക്കുറിച്ച് ഒരു വിചാരവുമില്ലാത്തവരാണ് സഭാ നേതൃത്വത്തിൽ അനേകരും. ആധുനിക കാലത്ത് ആത്മീയ ശുശ്രൂഷ രംഗത്തുള്ളവർ അധികവും സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുവാനാണ് താൽപ്പര്യപ്പെടുന്നത്. സ്ഥലസഭയ്ക്കു വേണ്ടി അധ്വാനിക്കുന്നതിനേക്കാൾ സംഘടനകൾക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരാണിവർ. തങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെക്കുറിച്ച് ഒരു ചിന്താഭാരവുമില്ലാത്ത അനേകർ മിനിസ്ട്രി, കൺവെൻഷൻ പ്രസംഗം, ബൈബിൾ ക്ലാസ്, ക്യാമ്പുകൾ, TV, റേഡിയോ, ഇന്റർനെറ്റ്, ടീം പ്രവർത്തനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പലരുടെയും മുഴുശ്രദ്ധ. സ്ഥലസഭകളിലെ വിശ്വാസികളെക്കുറിച്ച് ഒരു ഭാരവും ഇവർക്കില്ല. സ്വന്തം സഭയിൽ ഒരു പ്രവർത്തനവും ഇല്ല. അതേസമയം നാട് മുഴുവൻ ഓടി നടന്ന് പ്രവർത്തിക്കുന്നു. സ്വന്തം കുടുംബത്തിലും സ്വന്തം സ്ഥലസഭയിലും ആദ്യം പ്രവർത്തിക്കുക. ആടുകളെ മറന്ന ഇടയന്റെ കഥ. രണ്ടാമത്തെ ലോക്ക്ഡൌൺ ഇന്ത്യയിൽ അവസാനിച്ചു. ചില മാസങ്ങൾ കഴിഞ്ഞു. ഒരു യാത്രാവേളയിൽ പ്രമുഖനായ ഒരു സുവിശേഷകനെയും ഭാര്യയെയും കണ്ടു. കുശലാന്വേഷണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു, 2 വർഷങ്ങൾ കഴിഞ്ഞു ഞങ്ങളുടെ സഭയിലെ ഭവനങ്ങളിൽ ഒന്ന് പോയിട്ട്. പ്രായമുള്ള പലരും ഫോണിൽ വിളിച്ചു. വീട്ടിൽ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കാത്തതിലുള്ള പരിഭവം പറഞ്ഞു. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുവോ മരിച്ചുവോ എന്നുപോലും നിങ്ങളൊക്കെ ഒന്നും അന്വേഷിച്ചില്ലല്ലോ. അവരുടെ പരിഭവങ്ങൾ പരിഹരിക്കുവാൻ ഞങ്ങൾ അവരുടെയൊക്കെ വീടുകളിൽ പോയിട്ട് മടങ്ങി വരുന്ന വഴിയാ. ഏറെ അഭിമാനത്തോടെ അദ്ദേഹം പറഞ്ഞു. തന്റെ വിചാരണയിലുള്ള ആടുകളെ കരുതുന്നതിൽ ഒരു ഇടയന്റെ അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമാണിത്. കരുതുന്ന ഇടയന്റെ കഥ. കോവിഡിന്റെ കാലത്ത് ആടുകളെക്കുറിച്ച് ഏറെ കരുതലുള്ള ഒരു ഇടയനെക്കുറിച്ച് വായിക്കുകയുണ്ടായി. വിദേശത്ത് ഒരു ആംഗ്ലിക്കൻ പുരോഹിതൻ സാമൂഹിക അകലം പാലിച്ചുകൊണ്ട് തന്റെ ഇടവകയിലെ എല്ലാ ഭവനങ്ങളുടെയും മുമ്പിൽ ചെന്ന് നിന്ന് ആ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മടങ്ങുന്ന ഇടയൻ. വീട് കാക്കാൻ അറിയാത്ത അഥവാ ശ്രദ്ധിക്കാത്ത ആൾ. നാട് നന്നാക്കാൻ ഇറങ്ങുന്നത് പോലെയാണിന്ന്. സ്വന്തം സ്ഥലസഭയുടെ വളർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി ഒന്നും ചെയ്യാതെ ജില്ലകളും സംസ്ഥാനങ്ങളും മുഴുവൻ സുവിശേഷീകരിക്കുവാൻ ഓടി നടക്കുന്നവരുണ്ട്. ഇവരുടെ ദൈവവിളിയെക്കുറിച്ച് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല.
സഭയുടെ കാവൽക്കാരനാണ് ഇടയൻ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തിന്റെ സ്ഥിതിയും എണ്ണവുമൊക്കെ ഇടയ്ക്കെങ്കിലും ഒന്ന് പരിശോധിക്കാറുണ്ടോ? പൗലോസിന് ഇടയ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്ന മനോഭാവം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചുപോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. അപ്പോസ്തലപ്രവൃത്തി 20:26. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. 2 തിമോഥെയോസ് 4:7. സഭയുടെ നേതൃത്വത്തിലുള്ള എത്ര പേർക്ക് ഇങ്ങനെ തികഞ്ഞ ബോധ്യത്തോടുകൂടെ പറയാനാകും? ഒരു ആത്മാവിനെ പോലും ആയുസ്സിൽ നേടുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത എത്രയോ നേതാക്കളുണ്ട്. അവരെ ഏൽപ്പിച്ച ആടുകളെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനെങ്കിലും അവർക്ക് കഴിയണം. ഇടയശ്രേഷ്ഠൻ വരും. നമ്മെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തിന്റെ കണക്ക് പറയേണ്ടി വരും. ഇന്ന് പല ഒഴിവ് കഴിവ് പറഞ്ഞ് രക്ഷപ്പെടാം. അന്ന് നമ്മുടെ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. 1 കൊരിന്ത്യർ 3:12. ശുശ്രൂഷയിലെ മനോഭാവങ്ങളും കർത്താവ് സ്വന്തം രക്തത്താൽ സമ്പാദിച്ചതാണ് നമ്മുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടം. അപ്പോസ്തലപ്രവൃത്തി 20:28. നമുക്ക് തോന്നിയതുപോലെ ആടുകളോട് ഇടപെടാൻ അവകാശമില്ല. കൂട്ടത്തോട് ഒന്നും കൂട്ടുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്നുപോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനും യജമാനന് തിരിച്ചു നൽകുവാനും നമുക്ക് കഴിയട്ടെ. 3. അവിശ്വസ്തതയ്ക്ക് കണക്ക് കൊടുക്കണം. സഭാ നേതൃത്വത്തിന്റെ വിശ്വസ്തത വെളിപ്പെടേണ്ടത് വിവിധ കാര്യങ്ങളിലാണ്. 1. വചന ശുശ്രൂഷയിലുള്ള അവിശ്വസ്തത. അപ്പോസ്തലപ്രവൃത്തി 20:28. വചനം ശുശ്രൂഷിക്കുന്നതിൽ ഏറെ വിശ്വസ്തനായിരുന്നു പൗലോസ്. പ്രയോജനമുള്ളതൊന്നും മറച്ചുവെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 20:20. തന്റെ പ്രസംഗങ്ങൾ അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ ഉള്ളതായിരുന്നില്ല. 1 തെസ്സലോനിക്കർ 2:4. വചന ശുശ്രൂഷ മനുഷ്യരെയല്ല ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനായിരുന്നു. വാക്യം 4. പ്രസംഗം ധൈര്യത്തോടെയായിരുന്നു. വാക്യം 2. പ്രസംഗത്തിൽ മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ ഒട്ടുമില്ലായിരുന്നു. വാക്യം 5. ഇന്നത്തെ സഭാ നേതൃത്വത്തിന്റെ പരാജയത്തിന്റെ ഉത്തരവാദികൾ നമ്മുടെ നേതൃത്വമല്ല, നമ്മുടെ മുഖ്യധാര പ്രസംഗകരാണെന്ന് ഉറക്കെ പറയണം. ഏട്ടിലപ്പടി പയറ്റിലിപ്പടി എന്ന പഴമൊഴി പോലെയാണ് പലരുടെയും നിലപാടുകൾ. ദൈവവചനം സത്യസന്ധമായി പ്രസംഗിക്കുവാൻ ഭയപ്പെടുന്നവരാണ് അധികവും. ദൈവത്തെയല്ല മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനാണ് പലരും ശ്രമിക്കുന്നത്. എല്ലാ സത്യവും അങ്ങനെ പറയാനാവുമോ? എന്തിന് പുലിവാല് പിടിക്കണം? ഇവരുടെ വചനത്തോടുള്ള അവിശ്വസ്തത വെളിപ്പെടുത്തുന്ന പ്രസ്താവനകൾ ഇങ്ങനെ പോകുന്നു. വീടുതോറും രഹസ്യമായി പറഞ്ഞത് തന്നെയാണ് പൗലോസ് പരസ്യമായും പറഞ്ഞത്. ചില ഉപദേഷ്ടാക്കൾ സ്വകാര്യമായി ഒന്ന് പറയും, അതിന് നേർ വിപരീതമായി പരസ്യവേദികളിൽ പറയും. ഒരു സത്യത്തിന് 2 ഭാഷ്യം. അങ്ങനെയുമാകാം, ഇങ്ങനെയും ആകാം. ദൈവവചനം ആവശ്യപ്പെടുന്ന യോഗ്യതകൾ ഉള്ളവരല്ല ബഹുഭൂരിപക്ഷം സഭകളിലെയും നേതൃത്വം. ഈ സത്യം സഭകളിൽ പഠിപ്പിക്കുവാൻ മുഖ്യധാര ഉപദേഷ്ടാക്കൾ ഭയപ്പെടുന്നു. എന്തിന് സത്യം പറഞ്ഞ് നിലവിലുള്ള നേതൃത്വത്തിന്റെ വെറുപ്പ് സമ്പാദിക്കണമെന്നാണ് അവരുടെ പക്ഷം. നേതൃത്വത്തെ ഇങ്ങനെ വെറുപ്പിച്ചാൽ ഭാവിയിൽ ശുശ്രൂഷകൾക്കുള്ള അവസരങ്ങൾ കുറയുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. അവസരങ്ങൾ കുറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറയേണ്ടല്ലോ. പത്രോസ് പരിച്ഛേദനക്കാരെ ഭയപ്പെട്ടതുപോലെ ഗലാത്യലേഖനം 2-ാം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ചിലർ ഭീരുത്വം കൊണ്ട് സത്യം പഠിപ്പിക്കാൻ മടിക്കുന്നു. അങ്ങനെയുമാകാം, ഇങ്ങനെയുമാകാം എന്നാണ് നിലപാടുകൾ വ്യക്തമാക്കേണ്ട അവസരങ്ങളിൽ ഇവർ പറയുക. ദൈവത്തേക്കാൾ മനുഷ്യരെ ഭയപ്പെടുന്നവർ. ഇത്തരം ഉപദേഷ്ടാക്കൾ വചനത്തോട് കാണിച്ച അവിശ്വസ്തതയ്ക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. 2 തിമോഥെയോസ് 2:15. 2. ധനപരമായ കാര്യങ്ങളിലെ അവിശ്വസ്തതയ്ക്ക്. 1 പത്രോസ് 5:2, 1 തെസ്സലോനിക്കർ 2-ാം 5-ാം വാക്യം. ആത്മീയ നേതൃത്വത്തിന്റെ പരാജയത്തിന് ഒരു പ്രധാന കാരണം സമ്പത്തിനോടുള്ള ചിലരുടെ മനോഭാവമാണ്. സമ്പത്തിനോടുള്ള പൗലോസിന്റെ നിലപാട് എത്ര നല്ലതായിരുന്നു! നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. 1 തെസ്സലോനിക്കർ 2:5. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്തുവോ ഞാൻ മോഹിച്ചിട്ടില്ല. അപ്പോസ്തലപ്രവൃത്തികൾ 20:33. ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം 1 തെസ്സലോനിക്കർ 2:5 എന്നത് ദ്രവ്യാഗ്രഹത്തിന്റെ മൂടുപടം, ക്ലോക്ക് ഓഫ് കവച്ചസ്നെസ് എന്നാണ് അധികം പരിഭാഷകളും. കൗശലം പ്രയോഗിച്ച് നിങ്ങളിൽ നിന്ന് ധനം അപഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. ആത്മീയ ശുശ്രൂഷ രംഗത്ത് ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായം ഉപയോഗിക്കുന്നവർ അനവധിയാണ്. അവർ ശുശ്രൂഷകളിൽ പണം ചോദിച്ചു വാങ്ങുന്നു. TV പ്രസംഗകരും അത്ഭുതം, രോഗശാന്തി എന്നീ
അവകാശവാദങ്ങൾ നടത്തുന്നവരും ഇത്തരക്കാരാണ്. കോവിഡ് മഹാമാരിയോടെ ഈ അത്ഭുത പ്രവർത്തകർ അരങ്ങൊഴിഞ്ഞു. ആത്മീയ ശുശ്രൂഷ ധനസമ്പാദനത്തിനായി ഉപയോഗിക്കുന്നവർ ദൈവമുമ്പാകെ കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവവേലക്കാർ നേരിടുന്ന പ്രലോഭനങ്ങളിൽ ഒന്നാണ് ധനം. വചനം പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ഗലാത്യർ 6:6. എന്നാൽ ഓരോ ശുശ്രൂഷയ്ക്കും കണക്ക് പറഞ്ഞ് ശമ്പളം അഥവാ കൂലി വാങ്ങുന്ന ചിലരെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. ആത്മീയ ശുശ്രൂഷ ധനസമ്പാദന മാർഗമാക്കരുത്. ഉള്ളതും ഇല്ലാത്തതും മുഖസ്തുതിയുമൊക്കെ പറഞ്ഞ് ധനസമ്പാദനം നടത്തുന്നവരുമുണ്ട്. ധനത്തിനു വേണ്ടി സത്യത്തെ തമസ്കരിക്കുന്നവർ, വ്യാജമാർഗങ്ങൾ ഉപയോഗിക്കുന്നവർ, ഇവരെല്ലാം ഒരിക്കൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒരു സഭയുടെ അധ്യക്ഷന്മാരാകുക എന്നത് നിസ്സാരമായ കാര്യമല്ല. അവർ ഇടയശ്രേഷ്ഠന്റെ മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടി വരും.